ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മോനെയാണ്. കുട്ടികൾ എങ്ങനെയാകണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണിവ. കൂടെ ഒരു നല്ല വിഭവവും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഒരു മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകണം കേട്ടോ. കണ്ടില്ലേ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. എന്താണെന്ന് നോക്കിക്കോളൂ, ഞാൻ പറയാം. അതവിടെ ഇറങ്ങി ദീപാരാധന കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഉള്ള ഞങ്ങളെ യാത്രയാണ് കേട്ടോ അത്. ഒരു പ്രത്യേക വിഭവം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് മക്കൾ. കുന്നമംഗലത്തെ മിൽമ പാർലറിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മോസ്റ്റ് ട്രാവലോഗ് എത്തി നിൽക്കുന്നത്. ഒരു കുഞ്ഞു സുന്ദരിമണി നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നു. നല്ല മിടുക്കി മോള് അല്ലേ. ഇന്നിവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നല്ല തിരക്കാവാക്കെന്നാണ് പറഞ്ഞു. ശനി ദിവസങ്ങളിലൊക്കെ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വർക്കിംഗ് ഡേ കാരണമാണ് തിരക്ക് കുറവെന്ന് പറഞ്ഞു. ആളുകൾ എവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെയാണ് കേട്ടോ. ഇതൊന്നല്ല കേട്ടോ ഇന്നത്തെ താരം. അത് സ്പെഷ്യൽ സാധനമാണ്. അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളത് നമുക്ക് അവരുടെ കിച്ചണിലേക്ക് പ്രവേശനമില്ലല്ലോ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി അത് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ചേട്ടാ ഒരു ഐസ് ദോശ. അവരുണ്ടാക്കാൻ പോണ വിഭവത്തിൻ്റെ പേര് ഐസ് ദോശ എന്നാണ്. മനസ്സിലായില്ലോ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്ത് ഫാസ്റ്റായിട്ട് അത് ഞാൻ പരത്തണേ അല്ലേ. നോക്കൂ എങ്ങനെ ഉണ്ടാക്കണേ നോക്കിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയിൽ പരത്തിയെടുത്ത് ഇപ്പം മറിച്ചിടണമൊന്നുമില്ല കേട്ടോ. അവർ നോക്കിക്കോളാം എന്താ ചെയ്യാൻ പോണേന്നുള്ളത്. അങ്ങനെ ഒരു വര വരച്ച് നല്ല ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പിരമിഡ് പോലെയാക്കി എടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേന്ന് നോക്കാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ഇനി കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞാലും കാണിച്ചു തന്നാലും ഇത് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു ചേഞ്ച് ആരും ഇഷ്ടപ്പെടാത്തതല്ലേ, അങ്ങനെ വിചാരിക്കാം. എന്താ വേണ്ട കുഞ്ഞിന്? നീ കഴിക്കാൻ തരുകട്ടെ. ഐസ്ക്രീം ഇങ്ങനെയും കഴിക്കാം. മോനെ നിൻ്റെ അമ്മ ഭയങ്കര ഐസ്ക്രീം കുടിച്ചാന്ന് പറഞ്ഞൂടെ. എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്നിട്ട് എങ്ങനെ കഴിക്കിയത്? എങ്ങനെയത് കഴിക്കണേ? ദോശയിൽ മുക്കിയിട്ട
ഒരു കുഴപ്പമില്ല കേട്ടോ ചേച്ചി, ഒരു കുഴപ്പമില്ല അറിയാമേ. ദോശയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ പെയിനായിട്ട് ഉണ്ടാക്കിയതാ. എണ്ണമയം ഒന്നും ഇടാണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ്? സൂപ്പർ. ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അമ്മൂസ് ട്രാവലർ. അപ്പോൾ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞൊരു സന്തോഷം. എന്താ പേര്? നാഫി. താനിവിടെ വർക്ക് ചെയ്യാണ്, കൂട്ടത്തിൽ പഠിപ്പുണ്ട്. അത് കേട്ടതിലേക്ക് വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. എവിടെ വീട്? എവിടെയാണ്? എവിടെ? കോട്ടമ്പ്. അപ്പോൾ അമ്മൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെയാണ്. ഞാനൊരു ടീച്ചറായോണ്ടായിരിക്കാം. അപ്പോൾ എന്താ താൻ പഠിക്കണേ? ഞാനിപ്പോൾ ഡിപ്ലോമ പോളി മെക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് പറഞ്ഞ കോഴ്സ് ചെയ്യണം 6 മാസമായിരുന്നു. അപ്പോൾ അതിനൊരു നല്ല ഫീസ് ഇടുന്നുണ്ട് മാസം. അപ്പോൾ അതിന് പാർട്ട് ടൈം ആയിട്ട് ഇവിടെ ജോബ് ചെയ്തുകൊണ്ട് ആ ഫീസ് എടുത്തിട്ട് ക്ലാസ്സിൽ അടിക്കുക ചെയ്യണം. നല്ലൊരു കാര്യം. വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്കത് കേട്ടതിൽ. വളരെ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുട്ടികളാണ് മറ്റുള്ള കുട്ടികൾക്കൊരു പ്രചോദനം. ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ഇങ്ങനെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് സമ്പത്താണ്, നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു മോനെ. എല്ലാ ആശംസകളും നേരുന്നു. യൂട്യൂബ് ചാനൽ അമ്മൂസ് ട്രാവലർ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, അനിയത്തിയുണ്ട്, ഒരു ഏട്ടത്തിയുണ്ട്. അനിയത്തി 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഏട്ടത്തി കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അവരോടൊക്കെ എൻ്റെ അന്വേഷണം പറയാം, അവരോടൊക്കെ ഈ ചാനൽ കാണാൻ പറയാം. എന്തായാലും നന്നായി മോനോ, നല്ലൊരു കാര്യം കേട്ടോ. എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ വെറുതെ ലഹരിയും ഇതൊക്കെ അടിച്ച് ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ലക്ഷ്യബോധമുള്ള യുവതലമുറയാണ് ഇനി നാടിനുള്ള പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. ഫുഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങളവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളും യാത്രകളും കാഴ്ചകളും എല്ലാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും നമസ്കാരം പറയുന്നു. സ്നേഹം നിങ്ങളുടെ അമ്മു കോങ്ങാട്ടി.